ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക ഫലവൃക്ഷ ചെടികളുടെ കമ്പുകളിലും വളരെ പെട്ടെന്ന് വേര് പിടിപ്പിക്കുവാൻ പറ്റിയ, അതായത് നമ്മുടെ അടുക്കളയിൽ നിന്ന് ലഭിക്കുന്ന വളരെ വില കുറഞ്ഞ ഒരു സാധനമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഞാൻ അതിനായിട്ട് നാരക ചെടിയുടെ തലഭാഗം ആണ് ഞാൻ കൈകൊണ്ട് ആണ് മുറിച്ചെടുക്കുന്നത്. കത്തി കൊണ്ട് അത് മുറിച്ചെടുക്കാൻ ഞാൻ തന്നെയാണ് അത് ക്യാമറയും വെച്ചേക്കുന്നത്. അതുകൊണ്ട് ആണ് ഞാൻ ഇതേമാതിരി മറ്റൊരു കൈ കൊണ്ട് മുറിച്ചെടുക്കുന്നത്. കത്തിയോ കട്ടറോ അല്ലെങ്കിൽ കത്രികയോ കൊണ്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്തുള്ള നമ്മൾ മുറിച്ചെടുത്ത കമ്പിൻ്റെ താഴ്ഭാഗത്തുള്ള ഇലകളെല്ലാം പറിച്ച് കളയുക. അതിനുശേഷം കത്രിക കൊണ്ട് നമ്മൾ മുറിച്ചെടുത്ത ഭാഗത്ത് ഒന്ന് ക്ലിയറാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ അടുക്കളയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ ഉള്ളി, ഇതാണ് നമ്മുടെ റൂട്ടിംഗ് ഹോർമോണ്. ഇത് തേച്ച് കൊടുത്ത് നമ്മൾ നടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വേരുകൾ ഉണ്ടായി വരുന്നതാണ്. അതും ധാരാളം വേരുകൾ ഉണ്ടാകുന്നതാണ്. ഇതേപോലെ അടുക്കളയിൽ നിന്ന് ലഭിക്കുന്ന പല സാധനങ്ങളും കൊണ്ട് നമുക്ക് റൂട്ടിംഗ് ഹോർമോണായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിലൊന്നാണ് ഈ ചെറിയ ഉള്ളി. സവാള കൊണ്ടും അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി ഈ ഫലപ്രദമായ ഒരു മാർഗമാണ് ഈ ചെറിയ ഉള്ളി കൊണ്ട് റൂട്ടിംഗ് ഹോർമോണായി ഉപയോഗിച്ച് നമ്മൾ ചെടികളിൽ വേര് പിടിപ്പിക്കുന്നത്. വലിയ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇതേമാതിരി ചട്ടിയിൽ ഞാൻ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ റൂട്ടിംഗ് ഹോർമോൺ തേച്ച നാരക ചെടിയുടെ കമ്പ് താഴ്ത്തി വയ്ക്കുകയാണ്. അതിനുശേഷം കുറച്ച് ജലം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ തണൽ ഭാഗത്ത് സൂക്ഷിച്ചതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും എടുക്കുന്നു. അതിൽ വേര് പിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. വളരെ സാവകാശം കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം സാവകാശം ഇതേമാതിരി പൊക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നല്ല രീതിയിൽ ഒരു കമ്പിൽ വേര് വന്നിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേമാതിരി ഇളക്കി നോക്കാം. അതിലും വേരുകൾ വന്നിട്ടുണ്ട്, പക്ഷേ ധാരാളം വന്നിട്ടില്ല, കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ അടുത്തതും കൂടി നമുക്ക് ഇളക്കി നോക്കാം. അപ്പോൾ അതിലും ധാരാളം വേരുകൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചെറിയ ഉള്ളി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേരുകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നാരകത്തിൻ്റെ കമ്പിൽ മാത്രമല്ല, ഒട്ടുമിക്ക ഫലവൃക്ഷ തൈകളുടെയും അല്ലെങ്കിൽ പിന്നെ ഈ നമ്മുടെ പൂവുകൾ, അതായത് പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ചെടികളുടെ കമ്പിലും അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ ചെറിയ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടുകയാണ്. ഇങ്ങനെ ചെറിയ ഗ്രോ ബാഗിൽ നട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം വലിയ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടുകയോ അല്ലെങ്കിൽ വലിയ ചട്ടിയിലേക്ക് മാറ്റി നടുകയോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം തറയിലേക്കും നമുക്ക് മാറ്റി നടാവുന്നതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം നേരിട്ട് കൊണ്ടുവന്ന് തറയിൽ വയ്ക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേമാതിരി ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണ് നിറച്ച് അതിലോട്ട് ഈ ചെടി എടുത്ത് വെച്ചു. അതിനുശേഷം വീണ്ടും കുറച്ച് മണ്ണ് കൂടി നിറച്ചതിന് ശേഷം
അതിൽ വെള്ളമൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം 1-2 ആഴ്ച കൂടി തണലത്ത് സൂക്ഷിക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഉഷാറായിട്ട് ഒന്ന് വളർന്നു വരും. അതിനുശേഷം മാത്രമേ നമ്മൾ വലിയ ഗ്രോ ബാഗിലോ മറ്റ് ചട്ടിയിലോ തറയിലോ ഒക്കെ നടാൻ പാടുള്ളൂ. ഇതേപോലെ ആവശ്യമുള്ള മണ്ണുകൾ നിറച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിനെ തണലത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതേപോലെ വേര് പിടിപ്പിച്ചെടുത്ത് മറ്റ് ചട്ടികളിലേക്ക് മാറ്റിവെച്ച ഒരു ചെടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഇതേപോലെ വലിയ ചട്ടിയിലേക്ക് മാറ്റിവെച്ച് അതിൽ നാരങ്ങ പിടിച്ച ചെടിയെ ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ കാണുന്ന ചെടി അത്തരത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. വേര് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം 1 വർഷം ആകും മുമ്പ് തന്നെ ഇത്രയും കായകൾ ഇതിലുണ്ടായി. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. എല്ലാ ചെടികളിലും ഈ ഒരു മെത്തേഡ്, ഈ റൂട്ടിംഗ് ഹോർമോൺ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഒട്ടുമിക്കതും വിജയിക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.